അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നത്തെ കഥ ഒരു ബിരിയാണി കഥയാണ് കേട്ടോ. ആറ്റിങ്ങലിലെ മെഹഫിൽ ഹോട്ടലിൽ നിന്നും ഇന്ന് ബിരിയാണി കഴിച്ചൊരു സ്റ്റോറിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് രണ്ടാൾക്കും നല്ല വിശപ്പായിരുന്നത് കാരണം നമ്മളവിടെ കയറി ബിരിയാണിക്ക് 2 ചിക്കൻ ബിരിയാണിക്ക് ഓർഡർ കൊടുത്തു. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും ബിരിയാണി ദേ നമ്മുടെ ടേബിളിൻ്റെ മുമ്പിൽ എത്തിക്കഴിഞ്ഞു. നല്ല വിശപ്പായിരുന്നത് കാരണം ഞാനും ഉമ്മായും കഴിക്കാൻ വേണ്ടി തയ്യാറായി ദേ ബിരിയാണി നമ്മുടെ പാത്രത്തിലേക്ക് നീക്കിയിടുകയാണ്. ആദ്യം ദേ പപ്പടം വെച്ചു, പിന്നെ അതിൻ്റെ പുറകെയായി ദേ ബിരിയാണി ഞാൻ പാത്രത്തിലേക്ക് പകർന്നിട്ടുണ്ട്. കുഞ്ഞിനൊക്കെ കൊടുക്കാൻ പാകത്തിൽ നല്ല വെന്ത 2 ചിക്കൻ പീസും ആ ബിരിയാണിയിൽ ഒരു മുട്ടയും നമ്മുടെ ബിരിയാണിയുടെ മൊഞ്ച് കൂടുന്ന സലാഡും അച്ചാറും. എൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എനിക്ക് ബിരിയാണിക്ക് അച്ചാറും സലാഡും പപ്പടവും മസ്റ്റാണ്. പിന്നെ മെഹഫിൽ ഹോട്ടലിനെ പറ്റി പറയുകയാണെങ്കിൽ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല വൃത്തിയൊക്കെ ഉണ്ട്. അതാണ് നമ്മൾ ഇവിടെ തന്നെ കയറിയത്. എന്നിട്ട് ദേ ചിക്കൻ പീസും ബിരിയാണിയും എല്ലാം കൂടെ കൂട്ടിക്കഴിച്ചൊരു കഴിപ്പ്. മാഷാ അല്ലാ, ഈ ബിരിയാണി കഴിച്ചപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത് എന്താണെന്നറിയാവോ, നമ്മൾ കല്യാണത്തിനൊക്കെ പോയിട്ട് കഴിക്കുന്ന ബിരിയാണിയില്ലേ, നല്ല മണമൊക്കെ വരുന്നേ. ഫുഡിന് കുറ്റം പറയാനായിട്ടൊന്നുമില്ല, കസ്റ്റമർ സർവീസൊക്കെ നല്ലതായിരുന്നു. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു സംശയം, നമ്മൾ മട്ടൻ ബിരിയാണിയാണോ അതോ ചിക്കൻ ബിരിയാണിയാണോ കഴിച്ചതെന്ന്. അതിന് കാരണമുണ്ട്, അത് പിന്നെ പറയാം. ദേ പുറത്ത് നല്ല മഴ, നല്ല കാറ്റും മഴയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ മട്ടൻ ബിരിയാണിയാണോ ചിക്കൻ ബിരിയാണിയാണോ കഴിച്ചതെന്നുള്ള എൻ്റെ സംശയം ഇപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആകുമെന്ന് കരുതുന്നു. പക്ഷേ ഇവിടുത്തെ ബില്ല് ഇത്തിരി കൂടുതലാണ്. സാധാരണക്കാരെ അപേക്ഷിച്ച് ഇവിടുത്തെ ബില്ല് അല്പം കൂടുതലാണ്. ആ ഒരു ചെറിയ പരാതിയേ എനിക്കുള്ളൂ, ബാക്കിയെല്ലാം ക്ലിയർ ആയിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായി വേറെ ദിവസം കാണാം.